ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ടാർസൻ കാർ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റീലിൻ്റെ ടാർസൻ കാറിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ ഗൈസ് ഇന്നലെ ആണെങ്കിൽ ഞാൻ ആ വണ്ടി ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കാരണം അവർ കണ്ടുപിടിച്ചില്ല. ആ സ്ഥലം എവിടെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണേ. ആ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ജെറ്റ് പാക്ക് വേണം, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. ആ സ്ഥലം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം കുറച്ച് ഉയരത്തിലാണുള്ളത്. അപ്പോൾ അതിന് നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ജെറ്റ് പാക്ക് വേണം. ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെറ്റ് പാക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. വേറെ 100 രൂപ കൊടുത്താൽ മതി. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജെറ്റ് പാക്ക് റെൻറ്റിന് എടുക്കാം. നമുക്ക് ഈ ലിഫ്റ്റ് കയറി മുകളിലോട്ട് കേട്ടോ ഗൈസ് ഞാനിവിടെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ജെറ്റ് പാക്കും ഉണ്ട്, 2 ചെറിയ ജെറ്റ് പാക്കും ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തരെടുത്തോണ്ട് പോയി നിന്നു. ഞാൻ ഈ വലുതിലൊന്ന് കയറി നോക്കട്ടെ കേട്ടോ ഗൈസ്. വലുത് ഓടിക്കാൻ ഇച്ചിരി പാടാണ്, അതായത് നമുക്ക് ചെറുതെടുക്കാം. ചെറുതാകുമ്പോൾ വെയിറ്റ് കുറവായാലും പെട്ടെന്ന് പൊങ്ങിക്കോളും, അല്ലെങ്കിൽ വലുത് പൊങ്ങാൻ ഇച്ചിരി സമയം വേണം. ഞാനിത് ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെ മാറ്റണം എന്താണെന്ന് വെച്ചാൽ അവന്മാരെ എപ്പോൾ വേണമെങ്കിലും കണ്ടുപിടിക്കാം. പക്ഷെ ഭാഗ്യത്തിന് ഇത്ര ദിവസമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് കണ്ടോ ഞാൻ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കണേ? ഈ റാമ്പിൻ്റെ പൊക്കത്ത്. ആ മണ്ടന്മാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള പോലീസുകാർ. ഇവിടുത്തെ പോലീസുകാർ പിന്നെ എങ്ങനെയാണ് ഇവന്മാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇതൊക്കെ നോക്കണേ. നമുക്കേതായാലും വണ്ടി എടുത്തിട്ട് വേറെ എങ്ങോട്ടേലും പോവാം. ഇത് എവിടെ ഇരിക്കണം, സേഫല്ല. ഇവിടുന്ന് ഇറക്കലാണ് ടാസ്ക്. വണ്ടി മറിഞ്ഞില്ല ഇതിന്. എനിക്കൊരു ഐഡിയ കിട്ടി. നമുക്ക് ഈ വണ്ടി വേറെ ഏതൊരു രാജ്യത്തിലോട്ട് കൊണ്ടുപോകാം. വേറെ എങ്ങോട്ടേലും ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്ത്യയിലിരുന്ന ഇത് കുറച്ച് സീനാണ്. അത് കാരണം നമുക്ക് എയർപോർട്ടിലോട്ട് പോകാൻ വേഗം. എയർപോർട്ട് പിന്നെ അടുത്ത് തന്നെ ആയാലും കുഴപ്പമില്ല. ഞാനേതായാലും ഇവിടെ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കിടക്കണ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകാൻ പോണേ. അത് എടുക്കണമെങ്കിൽ കുറച്ച് താമസമുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതായാലും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിലോട്ട് പോവാം. ഞാനാണെങ്കിൽ ഇവിടെ വേറൊരു സിറ്റിയിലോട്ട് എത്തി. ഇത് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടൊരു സിറ്റിയാണ് നമ്മുടെ വെച്ച് നോക്കുമ്പോൾ. ഏതായാലും കൊള്ളാം ഇവിടെ പിന്നെ ഈ വണ്ടി ആരും അന്വേഷിക്കാനൊന്നും പോളാം. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ വണ്ടി കുറച്ചും കൂടി ഒന്ന് രൂപമാറ്റം വരുത്താമെന്നാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒരു കൂടെ ഒരു സേഫ്റ്റിക്ക് നമുക്ക് ഏതായാലും ചെയ്യാം. ഈ ഡിഫൻഡർ കൊണ്ട് ഇയാൾ എങ്ങനെയാണ് വന്നെ? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കണത്? ഇവിടെ ഉള്ളവന്മാർക്ക് വണ്ടി ഓടിക്കാനും അറിയില്ലേ? ഈ വണ്ടിയിൽ നമുക്ക് ഒന്നെങ്കിൽ കളറ് മാറ്റാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും ചെയ്യാം. ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, നമുക്ക് അവിടെ കൊണ്ടുപോയി ചെയ്യാം. അതാകുമ്പോൾ ഈ വണ്ടിയുടെ ഓണറിനെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സീനാവും. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ഇങ്ങനെ ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലോട്ട് കൊണ്ടുപോകാം, ഒന്ന് മോഡിഫൈ ചെയ്തിട്ട്. അപ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷോപ്പ്. നമുക്കിനി ഇവിടെ വണ്ടി കൊടുത്തിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിച്ചു പോവാം. നമുക്കേതായാലും വല്ല ഓട്ടോ വിളിച്ചു പോവാം. ഞാനാണെങ്കിൽ വണ്ടി അവിടെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ആ ചേട്ടൻ ഒരു ദിവസം കഴിയുമ്പോൾ വരാനാണെന്ന് പറഞ്ഞ്. പക്ഷെ എൻ്റെ പൊന്നി ഈ ഓട്ടോക്കാരനെല്ലാം സ്റ്റണ്ട് കാണിക്കണം. അപ്പോൾ നമുക്കിനി ഓട്ടോ കിട്ടി, ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. സോറി വീട്ടിലോട്ടല്ല, നമുക്കിവിടെ വീടില്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ഫ്ലാറ്റിൽ പോയി റൂം എടുത്ത് താമസിക്കാം. ഒരു ദിവസത്തേക്കല്ലേ കുഴപ്പമില്ല. നാളെ ആണെങ്കിൽ നമ്മുടെ വണ്ടി കിട്ടും. അന്നേരം നമുക്കത് തിരിച്ച് ഒന്നും കൂടെ ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലോട്ട് പിന്നെയും കൊണ്ടുപോകാം. ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, നമുക്ക് ഏതായാലും ഇവിടെ പോവാം. ഓട്ടോ കാശൊക്കെ കൊടുത്തു. ഞാനിപ്പോൾ ഫ്ലാറ്റിൻ്റെ അടുത്ത് കയറി റൂം എടുക്കാൻ തുടങ്ങിയുള്ളൂ. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ രായനും ഇങ്ങോട്ട് വന്നു. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, രായനെയും കൂട്ടിയിട്ട് നമുക്ക് നേരെ കറങ്ങാൻ പോവാം. വണ്ടി ഏതായാലും നാളെ കിട്ടുള്ളൂ. നാളെ ആകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും സമയം കളയാം. വണ്ടിയിലാണെങ്കിൽ ഡീസലില്ല, ഡീസൽ അടിക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം. എൻ്റെ പാർട്ട് 3 വരും കേട്ടോ